കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പര. പൈതൃകം തകർത്ത പടയോട്ടം. കേരളക്കരയിലെ സംസ്കാരത്തിന്റെയും ആധ്യാത്മികതയുടെയും മൂർത്തിമത് ഭാവങ്ങളായ നിരവധി ക്ഷേത്രങ്ങളാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നാമാവശേഷമായത്. കേരളത്തിന്റെ മാത്രമല്ല ഭാരത സംസ്കൃതിക്ക് പോലും മറക്കാനാവാത്ത മുറിവായി ആ നഷ്ടം ഇന്നും അവശേഷിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൽ മലബാർ ആക്രമിച്ച ടിപ്പു സുൽത്താനും സൈന്യവും ചെറുതും വലുതുമായ 8000-ഓളം ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് തകർത്തതെന്നാണ് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവയിൽ ഭൂരിഭാഗവും കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ്. ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ക്ഷേത്ര സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്ത ടിപ്പുവും സൈന്യവും ഹൈന്ദവർ പരിപാവനമായി കാണുന്ന ഈശ്വര പ്രതിഷ്ഠകളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അധിനിവേശ യാത്ര തുടങ്ങിയത്. സർവവും നശിപ്പിച്ച ടിപ്പു നടത്തിയ ക്രൂരമായ പടയോട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പുനരുദ്ധാരണ ശ്രമഫലമായി വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. 30ഓളം ക്ഷേത്രങ്ങൾക്ക് ക്ഷേത്രഭൂമിയുടെ പ്രശ്നത്തെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പരിഹരിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ മിക്ക സ്ഥലത്തും ഞങ്ങൾ കണ്ടുവരുന്നത് ക്ഷേത്രം അതിശക്തമായിട്ട് അതിൻ്റെ തറ പോലും ഇല്ലാതെ തകർത്തപ്പെട്ട നിലയിലാണ്. അഥവാ ഏതെങ്കിലും ഒരു ഭാഗം ബാക്കിയുണ്ടെങ്കിൽ തന്നെ അത് ഭൂമിക്കടിയിലുമായിട്ടുണ്ട്. കാരണം വർഷങ്ങളായി ഇത് നശിപ്പിക്കപ്പെട്ടിട്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ വളരെയധികം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ ഭൂമി ഇന്ന് മറ്റുള്ളവരുടെ കയ്യിലാണ്. ആ ഭൂമി, മറ്റുള്ളവരുടെ കയ്യിലുള്ള ആ ഭൂമിയെ എങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്ന് തെളിയിക്കണം, എങ്ങനെ ഞങ്ങൾക്കതിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസിൻ്റെ സഹായം തേടുന്നുണ്ട്, നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സഹായം തേടുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ആ പ്രദേശത്തുകാരായ ജനങ്ങളുടെ സഹായം തേടുന്നുണ്ട്, വളരെ പഴയ ആളുകളുടെ സഹായം തേടുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പല സംഘടനകളുടെയും സഹായം തേടുന്നുണ്ട്. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭൂമി തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് ആദ്യമായിട്ട് വിളക്ക് വെക്കേണ്ട ഒരു സൗകര്യമാണ് ചെയ്യുന്നത്. വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുകാരായ ആളുകളുടെ ഒരു സംഘടന തന്നെ രൂപീകരിച്ച്, ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് അവരോട് പറയുകയാണ്, ഇനി എന്നും നിങ്ങൾ വിളക്ക് വെക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റിയാണ് അവിടെ ഞങ്ങൾ രൂപീകരിച്ചു കൊടുക്കുന്നത്. മഹാദേവ ക്ഷേത്രങ്ങളാണ് ടിപ്പുവും സൈന്യവും കൂടുതൽ ലക്ഷ്യം വച്ചിരുന്നതെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. വ്യാപകമായി ഹൈന്ദവ സമൂഹത്തിലെ നായന്മാർ, തീയന്മാർ, ബ്രാഹ്മണർ എന്നീ സമുദായക്കാരെ മതം മാറ്റിയതായി ചരിത്ര പണ്ഡിതന്മാരായ സർദാർ KM പണിക്കർ, A ശ്രീധരമേനോൻ തുടങ്ങിയ പ്രമുഖർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര സ്വത്തുക്കൾ അപഹരിച്ചും ശ്രീകോവിലുകൾ തകർത്ത വിഗ്രഹങ്ങൾ അംഗച്ഛേദം വരുത്തിയും ആണ് ടിപ്പു സുൽത്താൻ ക്ഷേത്രങ്ങളെ ഉന്മൂലനം ചെയ്തത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിലുള്ളത് ആ ക്ഷേത്രങ്ങളുടെ നാശോന്മുഖമായ അവശിഷ്ടങ്ങൾ മാത്രമാണ്. വളവന്നൂര് ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്, ദുർഗാ ഭഗവതി ക്ഷേത്രം. അതും ഇതേമാതിരി അന്നത്തെ ടിപ്പുവിൻ്റെ ആ കാലത്ത് ആ ക്ഷേത്രം വിഗ്രഹങ്ങളെല്ലാം തകർക്കപ്പെട്ടതാണ്. അവിടെ ഇപ്പോൾ ഈ സർവേ നടന്ന് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇപ്പം ഞങ്ങൾ അവകാശം ഉണ്ടെന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടെ പൂജാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറം കലക്ടറോടും വേണ്ടുന്ന ഉദ്യോഗസ്ഥരോടും നമുക്ക് പറയാനുള്ളത്, അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമിയാണെന്ന് തെളിഞ്ഞാൽ മുഴുവൻ തിരിച്ചു പിടിക്കാനും അതിന് ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായ സഹകരണം ചെയ്തു തരണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മലപ്പുറം ജില്ലയിൽ മാത്രം ചെറുതും വലുതുമായ 100ഓളം ക്ഷേത്രങ്ങൾ ടിപ്പുവും സൈന്യവും തകർത്തതിന്റെ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടോട്ടി, നിലമ്പൂർ, കവനൂർ, മഞ്ചേരി, പരപ്പനങ്ങാടി തുടങ്ങിയ ഇടങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ക്ഷേത്രാവശിഷ്ടങ്ങളും തകർക്കപ്പെട്ട വിഗ്രഹങ്ങളും പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ക്ഷേത്രവസ്തുക്കൾ ഇപ്പോൾ പലതും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. ചിലത് തെളിവ് നശിപ്പിക്കാനെന്ന വണ്ണം മണ്ണിട്ട് മൂടിയിട്ടുമുണ്ട്. ഭരണാധികാരികളിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണുള്ളതെന്നാണ് പരാതി. ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അധികൃതർ. ബന്ധപ്പെട്ടവരുടെ സഹകരണം ഇല്ലെങ്കിലും പുനരുദ്ധാരണ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാതെ പടപൊരുതുകയാണ് ഒരു കൂട്ടം പുനർനിർമ്മാണ പ്രവർത്തകർ. ടിപ്പു സുൽത്താൻ പടയോട്ടക്കാലത്ത് തകർത്തെറിഞ്ഞ മലബാറിലെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുന്നു. മലപ്പുറം ജില്ലയിലെ കാവനൂരിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ സനാതന സാരഥി, കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത ക്ഷേത്രഭൂമി സംരക്ഷണ വേദി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘങ്ങളാണ് ഈ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും വ്യാപൃതരായിരിക്കുന്നത്. ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളിലൊന്നാണ് കാവന്നൂർ വട്ടപ്പറമ്പ് നരിക്കോട്ടൂരി ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ഒരു ചെറുസംഘം ഭക്തരുടെ ശ്രമഫലമായാണ് ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഹൈന്ദവ സനാതന സാരഥിയുടെ പ്രവർത്തകരാണ്. അന്യാധീനപ്പെട്ട ക്ഷേത്രഭൂമി തിരിച്ചുപിടിക്കുക, വിധിപ്രകാരം ക്ഷേത്രോദ്ധാരണം നടത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഹൈന്ദവ സനാതന സാരഥി മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മളവിടെ ഹൈന്ദവ സനാതന സാരഥി എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയാണ് ഇതിനു വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. അതിന് പുറമെ ക്ഷേത്രഭൂമി സംരക്ഷണ വേദി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള സംഘടന കൂടെ നമ്മളൊപ്പം സഹായിക്കാനായിട്ട് ഒപ്പമുണ്ട്. ഇവരെല്ലാം സഹായിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്യാനും അതിൻ്റെ മുന്നോട്ടുള്ള വഴിയിൽ തടസ്സങ്ങളൊന്നുമില്ലാതെ പോകാനും കഴിയുന്നത്. തകർത്ത് കളഞ്ഞ വിശ്വാസങ്ങളുടെയും സംസ്കാരത്തിന്റെയും അവശിഷ്ടങ്ങൾ കൂട്ടിയോജിപ്പിച്ച് നഷ്ടസംസ്കൃതി വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഒരു കൂട്ടം രാജ്യസ്നേഹികൾ. അതിനുള്ള പിൻബലമാണ് അവർക്കിന്ന് ആവശ്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ ചരിത്രം പുനർവായനയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. 10,000-കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് കേരളത്തിലെ പടയോട്ടത്തിൽ ടിപ്പു തകർത്തെറിഞ്ഞത്. ടിപ്പുവിന്റെ അതിക്രമത്തിന്റെ തിരുശേഷിപ്പുകൾ കേരളക്കരയിൽ അദ്ദേഹം പടയോട്ടം നയിച്ച പാതകൾക്ക് ഇരുവശവും ഇന്നും ശേഷിക്കുന്നു. ടിപ്പു സുൽത്താന്റെ കേരള ആക്രമണത്തിനു പിന്നിൽ സാമ്രാജ്യത്വ വികസനം മാത്രമായിരുന്നില്ല, മതപരിവർത്തനവും ലക്ഷ്യമിട്ടിരുന്നു എന്ന് വേണം കരുതാൻ. 18-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ മുതലെടുത്ത് പടയോട്ടം നടത്തിയ മൈസൂർ ഭരണാധികാരി കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ ഒന്നടങ്കം വരുതിയിലാക്കുകയും വാളിൻമുനയിലൂടെ തന്നോട് കൂറുള്ള ഒരു ജനസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മംഗലാപുരം മുതൽ ആലുവ വരെ ടിപ്പു സുൽത്താനും കൊടുംക്രൂരരായ പടയാളികളും കടന്നുപോയ ഇടങ്ങളിലൊക്കെ കാണുന്ന ക്ഷേത്രാവശിഷ്ടങ്ങളും ശക്തമായ മുസ്ലിം സാന്നിധ്യവും ടിപ്പുവിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നും വ്യക്തമാക്കുന്നതായി ചരിത്രകാരന്മാർ പറയുന്നു. കണ്ണൂർ, പൊന്നാനി, കൊണ്ടോട്ടി, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങൾ ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. കർണാടകയിൽ നിന്ന് നേരെ നിലമ്പൂർ വനങ്ങൾ വഴിക്കാണ് കേരളത്തിൽ വരുന്നത്. അങ്ങനെ വന്ന വഴിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കയ്യേറ്റം ചെയ്തു എന്ന് മാത്രമല്ല, സ്വത്ത് കൊള്ളയെടുത്തു, ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, വിഗ്രഹങ്ങൾ തകർത്തു എന്ന് പറഞ്ഞാൽ നിഷ്കരണം തകർത്ത് അടിച്ച് പൊട്ടിച്ച് കളയാണ്. അങ്ങനെയാണ് മലപ്പുറം ജില്ലയിലും പിന്നെ കോഴിക്കോട് ഭാഗത്തേക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ തീരപ്രദേശങ്ങളിൽ കൂടെ ഇങ്ങോട്ട് വരുന്നൊരു കാഴ്ചയാണ്. അങ്ങനെ ഇവിടെ വന്ന് പ്രത്യേകിച്ച് കൊണ്ടോട്ടി മുതലുള്ള സ്ഥലങ്ങൾ അവിടുത്തെ അങ്ങനെ വന്ന് ഈ കേരളത്തിൻ്റെ തെക്ക് ഭാഗങ്ങളിലേക്ക് വരികയാണ്. ആ വരുന്ന ഒരു റൂട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ തീരപ്രദേശങ്ങളിൽ കൂടെ അങ്ങനെ വന്ന് പൊന്നാനി എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് തെക്കോട്ട് വന്ന് ചാവക്കാട്, കടപ്പുറം അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടെ പോയിട്ട് ഇത് ആലുവയിൽ വരേക്ക് ഇത് ഈ കയ്യേറ്റമായിട്ട് എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ റൂട്ടിൽ കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ കൊള്ളടിക്കുകയും ക്ഷേത്രങ്ങൾ, വിഗ്രഹങ്ങൾ നശിപ്പിക്കുകയും അവിടെയുള്ള ജനങ്ങളെ മതപരിവർത്തനം ചെയ്യും. അങ്ങനെ തൻ്റെ സാമ്രാജ്യത്വ മോഹത്തിന് അതിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷേ ആലുവ പുഴയിൽ വെള്ളപ്പൊക്കം വന്നു. പിന്നെ തിരുവിതാംകൂർ കുറച്ചുകൂടി ശക്തമായിട്ട് നേരിട്ടു ബ്രിട്ടീഷ് സഹായത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ നേരിട്ട സമയത്ത് ടിപ്പുവിന് അങ്ങനെ കടക്കാൻ കഴിയാതെ പോയി. അങ്ങനെ കാലൊടിയുകയും ചെയ്തു. അങ്ങനെ ടിപ്പുവിന് തിരിച്ചു പോകേണ്ട അവസ്ഥയായി തീർന്നു. അദ്ദേഹം തിരിച്ചു പോവുക. ബ്രിട്ടീഷുകാരോടാണ് വാസ്തവത്തിൽ ഈ ടിപ്പു ഏറ്റുമുട്ടിയത്. പക്ഷേ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് ബ്രിട്ടീഷുകാരല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുള്ള ഹിന്ദുക്കളും ക്ഷേത്രങ്ങളും ഹൈന്ദവ വിശ്വാസികളും അവരുടെ വിശ്വാസമാണ്. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ, അത് പ്രത്യേകിച്ച് നമുക്ക് ആ ക്ഷേത്രങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. ഈ അടിച്ച് തകർക്കുകയാണ് വിഗ്രഹങ്ങൾ. ഇതാണ് തകർക്കുകയാണ്, നശിപ്പിച്ച പൊട്ടിച്ച് കളയുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഫിറോസ് തുഗ്ലക്കിൻ്റെയൊക്കെ കാലത്ത് ഇത് തന്നെ അന്ന് ചെയ്തിട്ടുണ്ട്. വിഗ്രഹങ്ങളെ പൊട്ടിച്ച് ഗൾഫ് അറബി രാജ്യങ്ങളിൽ ആ ഇറച്ചി തൂക്കുന്ന ത്രാസിലെ കട്ടികളാക്കിയിട്ട് മാറ്റാൻ ഉപയോഗിച്ചെന്നാണ്. പുരിയിലെ ജഗന്നാഥൻ്റെ വിഗ്രഹം ഒറീസയിൽ അത് ഉപയോഗിച്ച് കട്ടികളാക്കാൻ ഉപയോഗിച്ചെന്ന് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ തകർക്കലുകൾ അത് ഈശ്വരനിലേക്ക് വളരെ വഴി കൂടിയാണ്. 1783 മുതൽ 1792 വരെ ടിപ്പുവിന്റെ സാന്നിധ്യം കേരളത്തിലും ഉണ്ടായിരുന്നു. പടയോട്ടക്കാലത്ത് വ്യക്തമായ തന്റെ യുദ്ധലക്ഷ്യങ്ങൾ എന്തെന്ന് പ്രതിപാദിക്കുന്ന കത്തുകൾ ടിപ്പു തന്റെ വിശ്വസ്തർക്ക് അയച്ചിരുന്നു. 1788 മാർച്ച് 22-ന് അബ്ദുൽ ഖാദർ എന്ന വിശ്വസ്തൻ എഴുതിയ കത്തിൽ 12,000-ഓളം ഹൈന്ദവരെ താൻ മതം മാറ്റിയെന്ന് വിശദീകരിക്കുന്നുണ്ട്. 1788 ഡിസംബർ 14-ന് ഷെയ്ഖ് ഖത്തൂബ് എന്ന അനുയായിക്ക് 242 നായർ കുടുംബങ്ങളെ മതം മാറ്റിയെന്ന് തന്റെ കത്തിലൂടെ അറിയിച്ച ടിപ്പു 1790 ജനുവരി 18-ന് സയ്യിദ് അബ്ദുൾ ദുരൈക്ക് അയച്ച കത്തിൽ കോഴിക്കോട്ടെ എല്ലാ ഹൈന്ദവരെയും മതം മാറ്റിയെന്നും വിശദീകരിക്കുന്നു.
1790 ജനുവരി 19 ടിപ്പു സുൽത്താൻ തന്റെ ഉറ്റ അനുയായിയായ ബദ്രു സമാൻ ഖാന് അയച്ച കത്തിൽ മലബാറിലെ 4 ലക്ഷത്തോളം ഹിന്ദുക്കളെ മതമാറ്റിയെന്ന ആഹ്ലാദത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭാരത ചരിത്രത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഭരണാധികാരികളായ മഹ്മൂദ് ഗസനി, അലാവുദ്ദീൻ ഖിൽജി, നാദിർ ഷാ തുടങ്ങിയവരെ പോലെ തന്നെ ടിപ്പുവിന്റെ പടയോട്ടവും മലബാർ മേഖലയിൽ ഹൈന്ദവ സമൂഹത്തിന് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ബ്രിട്ടീഷുകാരോട് പൊരുതിയ മഹാനായ ദേശാഭിമാനിയായാണ് ടിപ്പു സുൽത്താൻ ഇതുവരെ ചിത്രീകരിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചരിത്രത്തിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്നതും കാണാം. ഇനിയൊരു ഇടവേള.